ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെണ്ണിന്റെ കണ്ണുകളിലാണോ ചുണ്ടിലാണോ പ്രണയം? ഒരിക്കലെങ്കിലും ഒരു പെണ്ണിനെ മനസ്സറിഞ്ഞ് പ്രണയിച്ചവരോ അല്ലെങ്കിൽ അവളുടെ ഭംഗി കണ്ടു നിന്നവരോ ഒക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത്, അല്ലേ? പ്രണയമെന്ന വികാരം ഒരു സ്ത്രീയിൽ ആദ്യം തെളിയുന്നത് അവളുടെ മിഴികളിലാണോ അതോ ചുണ്ടുകളിലാണോ എന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് പെണ്ണിന്റെ കണ്ണുകളിലെ പ്രണയം നോക്കാം. പ്രണയം എന്നാൽ വാക്കുകളേക്കാൾ കൂടുതൽ മൗനം സംസാരിക്കുന്ന ഒന്നാണ്. ആ മൗനത്തിന്റെ ഭാഷ ഏറ്റവും നന്നായി അറിയാവുന്നത് ഒരു പെണ്ണിന്റെ കണ്ണുകൾക്കാണ്. മനസ്സ് പറയാൻ മടിക്കുന്ന 1000 വികാരങ്ങളാണ് ഓരോ നിമിഷവും അവളുടെ മിഴികൾ തുറന്നു കാട്ടുന്നത്. ഒളിച്ചു വെക്കാൻ ശ്രമിക്കും തോറും ആഴം കൂടുന്ന ഒന്നാണ് അവളുടെ കൺകോണുകളിലെ ഈ ഒരു പ്രണയം. ഒരാളെ കാണുമ്പോൾ വിടരുന്ന അവളുടെ കണ്ണുകളിലെ ആ തിളക്കം, അത് വ്യാജമായി നിർമ്മിച്ചെടുക്കാൻ ആർക്കും കഴിയില്ല. ചിലപ്പോൾ ഒരു കുഞ്ഞു പിണക്കം, ചിലപ്പോൾ അതിരില്ലാത്ത സ്നേഹം, മറ്റു ചിലപ്പോൾ അടക്കാനാവാത്ത ലജ്ജ. ഇതെല്ലാം ആദ്യം പ്രതിഫലിക്കുന്നത് ആ മിഴികളിലാണ്. ചുണ്ടുകൾ മൗനം പാലിക്കുമ്പോഴും മനസ്സിലുള്ളത് മുഴുവൻ വിളിച്ചു പറയാൻ അവളുടെ ആ ഒരു നോട്ടത്തിന് കഴിയും. അതുകൊണ്ടാണ് പ്രണയത്തെക്കുറിച്ച് എഴുതിയ കവികളെല്ലാം ആദ്യം അവളുടെ കണ്ണുകളെ വർണ്ണിക്കാൻ തുടങ്ങിയത്. ഒരാളുടെ ഉള്ളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലാനുള്ള കഴിവ് പെണ്ണിന്റെ തുറന്ന കണ്ണുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രണയത്തിന്റെ ആദ്യത്തെ വിത്തുപാകുന്നത് അവളുടെ നോട്ടത്തിലാണ് എന്ന് പലരും വിശ്വസിക്കുന്നത്. വാക്കുകൾ കൊണ്ട് നുണ പറയാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം, എന്നാൽ കണ്ണുകൾ കൊണ്ട് ഒരിക്കലും നുണ പറയാൻ കഴിയില്ല. പ്രണയം നിറഞ്ഞ അവളുടെ ആ ഒരു നോട്ടം മാത്രം മതി ഏതൊരു ആണിന്റെയും മനസ്സിലെ സങ്കടങ്ങൾ അലിയിച്ചു കളയാൻ. ആ കണ്ണുകളിൽ നോക്കി സംസാരിക്കുമ്പോൾ ലോകം മുഴുവൻ മറന്നു പോകുന്നൊരനുഭവം എത്രയോ പേർക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലേ? ചുരുക്കത്തിൽ പ്രണയം എന്ന ആ വികാരത്തിന്റെ യഥാർത്ഥ പ്രതിഫലനമാണ് പെണ്ണിന്റെ ആ 2 കണ്ണുകൾ. അതുകൊണ്ട് പ്രണയത്തിന്റെ യഥാർത്ഥ ആസ്ഥാനം കണ്ണുകൾ തന്നെയല്ലേ എന്ന് ആർക്കും തോന്നിപ്പോകും. ഇനി ചുണ്ടുകളിലെ ആ പ്രണയം നോക്കാം. ഒരു പെണ്ണ് കണ്ണുകൾ കൊണ്ട് പ്രണയം പ്രകടിപ്പിച്ചാലും അതിന് പൂർണ്ണത നൽകുന്നത് പെണ്ണിന്റെ ആ ചുണ്ടുകളാണ്. ഒരു പെണ്ണിന്റെ ചുണ്ടുകളിൽ വിരിയുന്ന ആ ചെറിയ പുഞ്ചിരിയില് ലോകത്തിലെ മുഴുവൻ സന്തോഷം അടങ്ങിയിട്ടുണ്ട്. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തത്ര ഭംഗിയാണ് പ്രണയത്തോടെ അവൾ പുഞ്ചിരിക്കുമ്പോൾ ആ ഒരു ചുണ്ടുകൾക്ക്. ഈ ഒരു കാര്യം സത്യമാണ് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? മനസ്സിൽ സ്നേഹം നിറയുമ്പോൾ മാത്രമാണ് അവളുടെ ചുണ്ടുകളിൽ അത്രമേൽ മനോഹരമായ ആ ഒരു ചിരി തെളിയുന്നത്. ആ പുഞ്ചിരി കാണുമ്പോൾ തന്നെ നിങ്ങളിലുള്ള എല്ലാ വിഷമങ്ങളും നിമിഷ നേരം കൊണ്ട് അപ്രതീക്ഷിതമാകും. കേവലം ചിരി മാത്രമല്ല, സ്നേഹം നിറഞ്ഞ മനോഹരമായ വാക്കുകൾ പിറവിയെടുക്കുന്നതും ആ ചുണ്ടുകളിൽ നിന്നാണ്. ഒരു പുരുഷന് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത് അവൾ നൽകുന്ന വാക്കുകളും ആ ഒരു ചേർത്തണയ്ക്കലുമാണ്. പ്രണയത്തിന്റെ മധുരം മുഴുവൻ ഒളിച്ചിരിക്കുന്നത് അവളുടെ ആ മൃദുവായിട്ടുള്ള അധരങ്ങളിലാണ്. പ്രണയം പ്രകടിപ്പിക്കാൻ കണ്ണുകൾ സഹായിക്കുമെങ്കിലും അത് തൊട്ടറിയാൻ സഹായിക്കുന്നത് അവളുടെ ചുണ്ടുകളാണ്. അവളുടെ ചുണ്ടുകളിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും പ്രണയത്തിന്റെ പുതിയൊരു സംഗീതമായി മാറുന്നു. അതുകൊണ്ടാണ് പ്രണയം എന്നാൽ അവളുടെ അധരങ്ങളിലെ മധുരമാണ് എന്ന് പലരും വിശ്വസിക്കുന്നത്. ഒരു ചെറു പുഞ്ചിരി കൊണ്ട് ഒരാളുടെ ആയുസ് മുഴുവൻ സന്തോഷഭരിതമാക്കാൻ ഒരു പെണ്ണിന് കഴിയും. നിശബ്ദമായ കണ്ണുകളേക്കാൾ ചിലർക്ക് പ്രിയം അവൾ ചിരിക്കുന്ന ആ മനോഹരമായ ചുണ്ടുകളോടായിരിക്കും. പ്രണയത്തിന്റെ ജീവനും വികാരവും ഏറ്റവും ഭംഗിയായി വെളിപ്പെടുന്നത് അവളുടെ ചിരികളിലൂടെ തന്നെയാണ്. ചുരുക്കത്തിൽ പ്രണയത്തിന്റെ മനോഹരമായ ഭാവം പൂത്തുലയുന്നത് തീർച്ചയായിട്ടും അവളുടെ ചുണ്ടുകളിലൂടെയാണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ പെണ്ണിന്റെ കണ്ണുകളിലാണോ അതോ ചുണ്ടിലാണോ പ്രണയം? സത്യത്തിൽ ഇതിലൊന്നിലും പ്രണയത്തെ തനിച്ചു നിർത്തി കാണാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കണ്ണുകളിൽ തെളിയുന്ന ആ പ്രണയം ചുണ്ടുകളിലെ ചിരിയിലൂടെയാണ് പൂർണ്ണമാകുന്നത്. കണ്ണ് പ്രണയത്തിന്റെ വഴി കാട്ടുമ്പോൾ ചുണ്ടുകൾ ആ പ്രണയത്തിന് മധുരം നൽകുന്നു. ഇവ രണ്ടും ചേരുമ്പോഴാണ് ഒരു സ്ത്രീയുടെ പ്രണയം ഏറ്റവും മനോഹരമായൊരു അനുഭവമായി മാറുന്നത്. അതിനാൽ പ്രണയം ഒളിച്ചിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നിലല്ല, മറിച്ച് ഇവ രണ്ടും ചേരുന്ന ആ ഒരു ഭംഗിയിലാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റിൽ അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഇതൊന്നും അറിയില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാനും ആരും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്